വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത പല സീക്രട്ട് കാര്യങ്ങളും ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അത് ഫോളോ ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിലേക്ക് പോകും. വാട്സപ്പിൽ ഫോളോ ചെയ്തിട്ടോ. കാരണം DTHൻ്റെ പല സീക്രട്ട് റീചാർജുകൾ, മൊബൈൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട പല ഓഫറുകളൊക്കെ ഞാൻ അതിലൂടെ ഭാവിയിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് ലഭിക്കാൻ അത് കാരണമാകും. കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ DTH മേഖലയിലെ കുറച്ച് ന്യൂസുകൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. കുറച്ച് ആളുകൾക്ക് ഒരു സങ്കടകരമായ ന്യൂസും ഉണ്ട്. ചില ആളുകൾക്ക് അത് സന്തോഷമാണെന്നും അറിയാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നമുക്ക് അറിയാം. സൺ ഡയറക്റ്റ് ഏറ്റവും കുറഞ്ഞ റീചാർജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് NCF ആണെങ്കിലും ഏത് പ്ലാനാണൊക്കെയാണെന്ന് നമുക്കറിയാം. സൺ ഡയറക്റ്റിൻ്റെ ചില പാക്കേജുകളിലുള്ള വരുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് എനിക്ക് സൺ ഡയറക്റ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പല ആളുകളിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു വാർത്തയാണ്. ഏപ്രിൽ 16 മുതൽ എന്ന് കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞ് മറ്റന്നാൾ, വിഷു അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച മുതൽ സണ്ണിൻ്റെ എല്ലാ പാക്കേജിലും 20 രൂപയുടെ അധികം റീചാർജ് കൂടും. എന്ന് പറഞ്ഞാൽ എല്ലാ പാക്കേജിൻ്റെ കൂടെ 20 രൂപ കൂടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സ്പെഷ്യൽ റീചാർജ് പ്ലാനുകൾ നമുക്കറിയാമല്ലോ. 277 3 മാസം, അതുപോലെ തന്നെ 527 6 മാസമൊക്കെയുള്ള പ്ലാനുകളുണ്ടൊക്കെ. അതൊക്കെ സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ആ ഒരു പാക്കേജുകൾ ഉള്ളത് കൊണ്ടാണ് സൺ ഡയറക്റ്റൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിൽ അത് നിർത്തരുത് എന്നാണ്, പക്ഷേ നിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് 16-ാം തീയതി മുതൽ. അതുപോലെ തന്നെ സൺ ഡയറക്റ്റിൻ്റെ OTT ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. സൺ ഡയറക്റ്റ് ഗോ ഏത് ആൻഡ്രോയിഡ് TV ഉള്ള ആളുകൾക്കും സൺ ഡയറക്റ്റ് ഗോ ആപ്ലിക്കേഷൻ മൊബൈലിലും TVയിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അതിന് DTHൻ്റെ കണക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് OTTക്ക് മാത്രമാണ് പറയുന്നത്, ചാനലല്ല. അപ്പോൾ ആ OTT പ്ലാനുകൾ എടുക്കുന്ന ആളുകൾ ഏപ്രിൽ 15 വരെ എടുക്കുന്ന ഏത് പ്ലാൻ്റെ കൂടെയും 1 മാസം അധികമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 മാസം എടുത്താലും നിങ്ങൾക്ക് 2 മാസം കിട്ടും. 5 മാസം എടുത്താൽ 6 മാസം കിട്ടും. നല്ലൊരു പ്ലാനാണ്. OTT ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്ലാനാണ്. അത് കൂടുതൽ OTTകളുള്ള പ്ലാനുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനിതാ ഈ വീഡിയോൻ്റെ അടുത്ത ഫോട്ടോയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സൺ ഡയറക്റ്റ് ഗോ ക്ലാസിക്, അതുപോലെ ഗോ സുപ്രീം, അതുപോലെ ഗോ ഡിലൈറ്റ്, ഗോ സ്പോർട്സ് എന്നീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് പോലെ പല പ്ലാനുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗോ ക്ലാസിക് എന്ന് പറയുമ്പോൾ സൺ നെക്സ്റ്റ് ഉണ്ട്, ജിയോ ഹോട്ട്സ്റ്റാർ, ഫാൻഗോഡ്, നമ്മ ഫിക്സ്, ഐസ്ട്രീം, അതൊന്നും വലിയ കാര്യമില്ല. പിന്നെ അതുപോലെ ഗോ സുപ്രീം എന്ന് പറഞ്ഞാൽ സൺ നെക്സ്റ്റ്, ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലൈവ് ഉണ്ട്, ETV, അതുപോലെ C5 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്ത പ്ലാനും 3 മാസം, 30 ദിവസം, 90 ദിവസം, 6 മാസം വരെയുള്ള പ്ലാനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് സെപ്പറേറ്റ് തന്നെ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് സൺ ഡയറക്റ്റിൻ്റെ ഗോ ഡൗൺലോഡ് ചെയ്തിട്ട് TVയിലോ അല്ല മൊബൈലൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഇതൊന്നും 4K ഓപ്ഷനൊന്നുമല്ല, ഫുൾ HD വരെ കിട്ടുന്ന സബ്സ്ക്രിപ്ഷനാണ്. ഇത് ഏത് പ്ലാൻ എടുക്കും 1 മാസം ഇപ്പോൾ അധികം ഉണ്ട്. എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് എടുത്തു, അതാണ് ലാഭം. അതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ TVയുടെ ഡിഷ് ആൻറ്റിന പുതിയ കണക്ഷൻ, 6 മാസത്തെ കണക്ഷനൊക്കെ 1000 രൂപയുടെ കൂടുതൽ വന്നിട്ടുണ്ട് വില. 2400 ഉള്ളത് 3400 ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആളുകൾ എടുക്കേണ്ട എന്നുള്ള ചിന്തയിലാണ്. കാരണം അവർ ഇൻ്റർനെറ്റിൻ്റെ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം കുടുങ്ങിയ ആൾക്കാർ എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പം വില കൂട്ടിയത്. 1000 രൂപയൊക്കെ കൂട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചോളം മൈൻഡിയില്ല, ഭാഗം ചിന്തിച്ചില്ല, പോയി പണി നോക്കാൻ പറയുന്ന രീതിയിലുള്ള മലയാളികളാണ്. എനിക്കറിയാം, ഞാൻ ഈ ഫീൽഡിൽ ഒരുപാട് കാലങ്ങളാണ്. ഞാനതൊരു കസ്റ്റമറിന് കഴിഞ്ഞ ആഴ്ച 2400 3400 ഫിറ്റ് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെവി പൊത്തിപ്പോവും. കാരണം ഞാൻ കൂട്ടിയെന്നാണ് അയാൾ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ അതുപോലെ നിർത്തി കണക്ഷൻ കൊടുക്കരുത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ 2400 2500 3 ആഴ്ച മുമ്പ് വരെ കൊടുത്ത സാധനം ഈ ആഴ്ച വിളിച്ച് പറയുമ്പോൾ 3400 എന്ന് പറയുമ്പോൾ ആട്ടിത്തുപ്പ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അതുപോലെ തെറി കിട്ടിയില്ലേ അത്ഭുതമുള്ളൂ. അപ്പം വില ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്താണ് എയർടെലിൻ്റെ പുതിയ പാക്കേജ്. 6 മാസം വാലിഡിറ്റി, ബോക്സ് ഓൺലിയും ഫുൾ സെറ്റും തന്നെ 2 രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മലയാളം എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ 2100 രൂപക്കായിരുന്നു 2 ആഴ്ച മുമ്പ് വരെ പുതിയ കണക്ഷൻ കൊടുത്തിരുന്നത്, 2100 രൂപക്ക്. അതിപ്പോൾ 3117 വെറും മലയാളം മാത്രമല്ല, ഡിഷ് അടക്കം വരുന്ന കണക്ഷൻ. HD പാക്കേജല്ല, നോർമലി HD കൊടുത്തുകൊണ്ടിരുന്നത് ഏതാണ്ട് 2400 രൂപയുടെ അടുത്തായിരുന്നു. ഇപ്പോൾ 3360 ഇപ്പം വലിയൊരു മാറ്റം ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയും പൈസയൊന്നും കൊടുത്തിട്ട് ഒരാൾ പോലും കണക്ഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കണക്ഷൻ തന്നെ ഇപ്പം വരുന്നില്ല. എയർടെൽ ഡിജിറ്റൽ TV ഇങ്ങനെ കൂട്ടിയത് കൊണ്ട്. എന്തിനാണ് കൂട്ടിയത്? കണക്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അപ്പുറത്തിപ്പുറത്തൊക്കെ പടക്കങ്ങൾ പൊട്ടുന്നുണ്ട്. അത് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, ഞാൻ അറിയാണ്ട് അവർ പൊട്ടിക്കുന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് അവരിട്ട് അറിയില്ല.
അപ്പോൾ ഞാൻ പറയുന്നത് പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ പുതിയ കണക്ഷൻ ഡിഷ് പുതിയ കണക്ഷൻ പുതിയ വീടൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട. ടാറ്റ പ്ലേൻ്റെ കഴിഞ്ഞ ഓണത്തിന് വന്ന ഏതാണ്ട് ഒരു കൊല്ലം മുന്നേ അല്ലെങ്കിൽ 8-9 മാസം മുമ്പ് വന്ന ഓഫർ ഇപ്പോഴും ഉണ്ട്. 3000 രൂപയ്ക്ക് നിങ്ങൾ കണക്ഷൻ എടുക്കുമ്പോൾ ഡിഷ് ബോക്സ് എല്ലാം നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരും. ആ 3000 രൂപ നിങ്ങൾ ഐ ഡിയിലേക്ക് റീചാർജും ചെയ്ത് തരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾ ഐ ഡിയിലേക്ക് റീചാർജ് ചെയ്യുന്ന ഓഫർ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും കൂടുതൽ കണക്ഷൻ ഇപ്പം വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ടാറ്റ പ്ലേ തന്നെയാണ്. പിക്ചർ ക്ലാരിറ്റി ഏറ്റവും കൂടുതൽ ചാനലൊക്കെ ലഭിക്കുന്നുണ്ട്. ലൈവ് ടി വി ആപ്ലിക്കേഷൻ ഉണ്ട്. ആവശ്യം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊക്കെയുള്ള സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കണക്ഷനാണ്. നിലവിൽ ഇവരെപ്പാണ് ഇതിന് പൈസ കൂട്ടുക എന്നൊന്നും അറിയില്ല. റീചാർജിൻ്റെ പാക്കേജിനൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ടിവേഷൻ സിസ്റ്റം ഇപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് അവർ. ആക്ടിവേഷൻ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കറിയാലോ ഈ ടാറ്റ പ്ലേ 239 മലയാളം മാത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം 3000 രൂപ കൊടുത്ത് കണക്ഷൻ എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു 12.5 മാസം വരെ വാലിഡിറ്റി കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. കാരണം 255 ആയിട്ടുണ്ട് മലയാളം മാത്രം എടുക്കുന്ന പാക്കേജ്. അപ്പം ആ 3000 രൂപ ബാലൻസ് നിന്ന് മന്തിൽ 255 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര മാസം കിട്ടും നോക്കി നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നല്ലാതെ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ മറ്റുള്ള ഏത് DTH നോക്കുന്നതാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ലാഭം ടാറ്റ പ്ലേ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് തന്നെ ചെയ്തു തരുന്നുണ്ട്. പാക്കേജ് പിന്നെ എല്ലാ DTHും ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത പല സീക്രട്ട് കാര്യങ്ങളുണ്ട്. DTHൻ്റെ മേഖലയിലായിക്കോട്ടെ, ഇൻ്റർനെറ്റിൻ്റെ മേഖലയിലായിക്കോട്ടെ, പല മേഖലയിലായിക്കോട്ടെ. യൂട്യൂബിൽ പലതിനും കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ യൂട്യൂബിന് പറ്റിയ സംഭവങ്ങൾ മാത്രമേ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പിലുള്ള ആളുകൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ വാട്സപ്പിൽ ഫോളോ ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പല DTH മേഖലകളിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മേഖലകളിലുള്ള പല സീക്രട്ട് കാര്യങ്ങളും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് കിട്ടും.